സ്കോട്ട്ലൻഡിനെ 1-5 ഗോളുകൾക്ക് തകർത്ത് യൂറോ കപ്പ് ഫുട്ബോളിന് ഗംഭീര തുടക്കം കുറിച്ചിരിക്കുകയാണ് ജർമ്മനി. 4ാം കിരീടം ലക്ഷ്യമിട്ട് സ്വന്തം മണ്ണിൽ കളിക്കാനിറങ്ങിയ ജർമ്മനി യുവതാരങ്ങളുടെ കരുത്തിലാണ് സ്കോട്ട്ലൻഡിനെ നിലംപരിശാക്കിയത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും മനീഷ് ചേരുന്നുണ്ട്. മനീഷ്, ഗുഡ് മോർണിംഗ്. ജർമ്മനി നല്ല തകർത്ത് കളിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ഈ കളിയെ വിലയിരുത്തേണ്ടത്? ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. ഇന്നലെ കഴിഞ്ഞ ദിവസം, അതായത് യൂറോ കപ്പ് ഫുട്ബോൾ ഇന്നലെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രി 12:30 ആദ്യ മത്സരത്തിന് കിക്ക് ഓഫ് തുടങ്ങിയിരിക്കുന്നത്. ജർമ്മനിയും സ്കോട്ട്ലാൻഡും തമ്മിലായിരുന്നു ഇന്നലത്തെ മത്സരം. ജർമ്മനിക്ക് 5 ഗോളിൻ്റെ ആധികാരിക ജയമാണ് സ്കോട്ട്ലാൻഡിനെതിരെ നേടിയിരിക്കുന്നത്. മത്സരം ആരംഭിച്ച് ആദ്യ 10 മിനിറ്റിൽ തന്നെ ഫ്ലോറിൻ വിറ്റ്സ്കി എന്ന 21 വയസ്സുകാരനാണ് ജർമ്മനിക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയത്. 19ാം മിനിറ്റിൽ ജമാൽ മുസിയാൽ 2ാം ഗോളും 45ാം മിനിറ്റ്, അതായത് ഹാഫ് ടൈമിന് തൊട്ട് മുൻപുള്ള കുറച്ച് മിനിറ്റുകളിലാണ് 3ാം ഗോളും ജർമ്മനി നേടിയിരിക്കുന്നത്. 68ാം മിനിറ്റിൽ 4ാം ഗോളും 90ാം മിനിറ്റിൽ, അതായത് മത്സരം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് 5 ഗോളുകൾ എന്നിങ്ങനെയാണ് ജർമ്മനി ആധികാരികമായിട്ട് സ്കോട്ട്ലാൻഡിനെതിരെ നേടിയിരിക്കുന്നത്. യൂറോ കപ്പിലേക്ക് വരുവാണെങ്കിൽ ഫുട്ബോൾ ആരാധകർ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു യൂറോ കപ്പ് എന്നുള്ളത്. ഒരു മിനി ലോകകപ്പ് എന്ന് വേണമെങ്കിൽ ഈ യൂറോ കപ്പിനെ വിശേഷിപ്പിക്കാം. ഇന്നലെ അർദ്ധരാത്രി 12:30 യൂറോ കപ്പിൻ്റെ ആദ്യ കിക്ക് ഓഫ് ആരംഭിച്ചിരിക്കുന്നത്. ജർമ്മനി ആതിഥേയത്വം വഹിക്കുന്നതാണ് ഇത്തവണത്തെ യൂറോ കപ്പ്. ജർമ്മനിയിലെ 10 വേദികളിലായിട്ടാണ് മത്സരം പുരോഗമിക്കുന്നത്. ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ഇന്ന് 2 മത്സരങ്ങളാണ് യൂറോ കപ്പിലുള്ളത്. ആദ്യ മത്സരം വൈകുന്നേരം 6:30 ഇന്ത്യൻ സമയം, വൈകിട്ട് 6:30 ഹംഗറിയും സ്വിറ്റ്സർലൻഡും. രണ്ടാം മത്സരം ഇന്ന് രാത്രി 9:30 സ്പെയിനും ക്രൊയേഷ്യയും തമ്മിലാണ് മത്സരം നടക്കുക. ഇനിയിപ്പോൾ ടീമുകളിലേക്ക് വരുവാണെങ്കിൽ ഇത്തവണത്തെ യൂറോ കപ്പിൽ 24 ടീമുകളാണ് കളിക്കാനുള്ളത്. 6 ഗ്രൂപ്പുകൾ, അതായത് 4 ടീമുകൾ വീതമുള്ള 6 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ടാണ് ഇത്തവണ ഗ്രൂപ്പ് മത്സരങ്ങൾ നടക്കുക. ഇനി ഗ്രൂപ്പുകളിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് എയിൽ ജർമ്മനി, സ്കോട്ട്ലൻഡ്, ഹംഗറി, സ്വിറ്റ്സർലൻഡ്. ഗ്രൂപ്പ് ബിയിൽ സ്പെയിൻ, ക്രൊയേഷ്യ, ഇറ്റലി, ബെൽജിയം, അൽബേനിയ. ഗ്രൂപ്പ് സിയിൽ സ്ലൊവേനിയ, ഡെൻമാർക്ക്, സെർബിയ, ഇംഗ്ലണ്ട്. ഗ്രൂപ്പ് ഡിയിൽ പോളണ്ട്, നെതർലൻഡ്, ഓസ്ട്രിയ, ഫ്രാൻസ്. ഗ്രൂപ്പ് ഇയിൽ ബെൽജിയം, സ്ലൊവേക്യ, റൊമാനിയ, ഉക്രൈൻ. ഗ്രൂപ്പ് എഫിൽ തുർക്കി, ജോർജിയ, പോർച്ചുഗൽ, ചെക്ക് റിപ്പബ്ലിക് എന്നിങ്ങനെയാണ് ഗ്രൂപ്പുകൾ തിരിച്ചിരിക്കുന്നത്. പ്രിയ, ശരി. എന്തായാലും മനീഷാണ് ഇതിൻ്റെ വിവരങ്ങൾ വിശദമായി തന്നെ നൽകിയത്.